പക്ഷേ ഈ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. ഇതെന്താണ് സംഭവിച്ചത്? ഒരു വിഭാഗം പറയുന്നത് ഇദ്ദേഹത്തെ തല്ലിക്കൊന്ന് സമാധി ഇരുത്തിയതാണ് എന്നും, മറുഭാഗം പറയുന്നത് ചിലപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ട ശേഷം അതിൽ കൊണ്ടുവച്ച് കിടത്തിയതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഇത് കേട്ടിട്ട് ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. ഈ വിശ്വാസ സംബന്ധമായ കാര്യമാണല്ലോ. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ ഈ വിഷയത്തെ ഒരു തരത്തിലും ഏറ്റെടുക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പല ആളുകളും പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നുമല്ല സമാധി, ഇങ്ങനെയൊന്നുമല്ല, അതിനെപ്പോലും നിങ്ങൾ മോശമാക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പോലീസും സർക്കാരും കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതല്ലേ? അല്ല, ക്ലാരിഫിക്കേഷൻ വളരെ ആവശ്യമാണ്. പക്ഷേ ഈ സമാധിയെ സംബന്ധിച്ച സങ്കല്പങ്ങളുണ്ടല്ലോ, ആ സങ്കല്പങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗം ഹിന്ദുക്കളുടെ ഭാഗത്തുള്ള അഭിപ്രായം. മറ്റ് ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു വിശ്വാസ പ്രശ്നമാണ്, പോലീസോ സർക്കാരോ അതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്ന കാഴ്ച. വിശ്വാസികളുടെ രണ്ട് അഭിപ്രായങ്ങളാണ്. ഒന്ന്, വിശ്വാസത്തിൻ്റെ പരിഭാവന തകർക്കുന്ന തരത്തിലും സമാധിയുടെ പരിഭാവന തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് അതുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഹിന്ദുക്കൾ അതിനകത്ത്, അല്ലെങ്കിൽ വിശ്വാസികളായ ഹിന്ദുക്കൾ അതിൽ ഇടപെടരുത് എന്നാണ് ഈ ഹിന്ദു വിഭാഗം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ഭാഗം, മുഴുവൻ പേരും ഉണ്ടാവും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല, അവരും അതേപോലെ തന്നെ അവിടെ ഉള്ള VSDP, ഈ രണ്ട് സംഘടനകളും പറയുന്നതെന്ന് വെച്ചാൽ ഇത് വിശ്വാസ പ്രശ്നമാണ്, പോലീസ് അടുത്തു പോകരുത്, സർക്കാർ തുടരുത് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ സർക്കാർ അതുകൊണ്ട് തന്നെ, അല്ലെ പോലീസ്, അതെ സർക്കാരിൻ്റെ ഭാഗമാണ് പോലീസ്. അപ്പോൾ പോലീസ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കുറച്ച് ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം പെട്ടെന്ന് കയറി പല പ്രശ്നങ്ങളിലും പോലീസിന് തല്ലുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിലും കയറി പെട്ടെന്ന് ഇടപെട്ട് നാട്ടുകാരുടെ അല്ലെങ്കിൽ എതിരാളികളുടെ തല്ലുവാങ്ങേണ്ടതില്ല എന്ന് കരുതി പോലീസ് ഒന്ന് സാവകാശവും അതേപോലെ തന്നെ ജാഗ്രതയും അതിനകത്ത് പുലർത്തുന്നുണ്ട്. അത് പക്ഷേ അപകടമാണ് എന്ന കാഴ്ചപ്പാടാണ് പൊതുവെ ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്കുള്ള. കാരണം ഇതിൻ്റെ അകത്ത് ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഗോപൻ സ്വാമി യഥാർത്ഥത്തിൽ സമാധി ആയതാണോ? രണ്ട്, അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയും അസുഖാവസ്ഥയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പല ശാരീരിക വീഴ്ചകളും, ഇപ്പോൾ മൂത്രമൊഴിക്കുക പോലെയുള്ളതായിട്ടുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് വീട്ടുകാർക്കൊക്കെ ദുസ്സഹമായി തീർന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ബഹളങ്ങൾ, ചീത്തകൾ, അതൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ള ഒരു നാട്ടുകാരുടെയൊക്കെ പലരുടെയും അഭിപ്രായം അതാണ്. അങ്ങനെ അബദ്ധത്തിൽ അയാൾ ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം ഉടനെ തന്നെ ഇവർ എടുത്തുകൊണ്ടുപോയി അവിടെ ഇരുത്തി സമാധി ആക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു വെർഷൻ. ഇതൊക്കെ അവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള പലതരം വെർഷനുകളാണ്. പൊതുവെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് ശരി? ശരിക്കും എന്താ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹം സമാധിയായിട്ടുള്ളതാണോ, അതോ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം സമാധിയാക്കിയതാണ്? ഇതാണുള്ള വിഷയം. അപ്പോൾ നിർബന്ധപൂർവ്വം സമാധിയാക്കിയതാണെങ്കിൽ അതൊരു കൊലപാതകമാണ്. ആ കൊലപാതകത്തെ ന്യായീകരിക്കാനായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പോലീസ് അക്കാര്യത്തിൽ ഇടപെടുകയും ഈ സമാധി തുറന്ന് അദ്ദേഹത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സമാധിയുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ ഇന്നലെ അവിടെ വേറെ ചില കാര്യങ്ങൾ കൂടെ നടന്നു. അതായത് ഇതിൽ അഭിപ്രായം പറയാൻ ചെന്ന പുറത്തു നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനിടയിൽ ഇവരുടെ ചില ബന്ധുക്കളും ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞത്, ഇത് അവിടെ താമസിക്കുന്ന മുസ്ലിം ജനവിഭാഗമാണ് ഇതിനെതിരെ രംഗത്ത് വരുന്നത്. ഈ മൊത്തം ഹിന്ദുക്കളുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒക്കെ തകർക്കാൻ, സമാധി എന്ന് പറയുന്ന അവസ്ഥയെ അവഹേളിക്കാൻ ഈ മുസ്ലിം സമുദായം രംഗത്ത് വരികയാണ്. ഇവർക്കെന്താണ് ഞങ്ങളുടെ ആചാരത്തിൽ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പച്ചയ്ക്ക് ഇത് വിളിച്ചു പറയുന്ന ഒരു കാര്യം കിട്ടും. അങ്ങനെ ഒരു മുസ്ലിം ഇടപെടലുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ പരസ്യമായി എല്ലാ ആളുകളും ഇതൊരു മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് വർഗീയതയാണ്, പച്ചവർഗീയതയാണത്. അങ്ങനെ ഒരു വർഗീയത പറഞ്ഞ ഒരാൾക്കെതിരെ നിയമ നടപടി പോലും നമ്മുടെ സർക്കാരിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തെ ചാനലിലൊക്കെ വിളിച്ചിരുത്തിയിട്ട്, ഇന്നലെ ഒരു ചാനലിൽ ഞാൻ കണ്ടത്, ഇദ്ദേഹത്തെ ശ്രീത്ത് പണിക്കർ പറയുന്നത് കേട്ടു, ഇദ്ദേഹത്തെ ഇവിടെ ചാനലിൽ വിളിച്ചിരുത്തുകയല്ല വേണ്ടത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഈ മുസ്ലിം വിഭാഗങ്ങളെല്ലാമാണ് ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞ് ഒരു വലിയ സംഘർഷത്തിന് ഒരു സാഹചര്യം ഒരുക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ കൂടി, അത്ര വർഗീയതയുടെ ഒരു എലമെൻറ്റ് കൂടി ഇതിൽ കലർത്താൻ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ.
അല്ല, നമ്മളുടെ ഇന്നത്തെ കേരളത്തിൽ ഏത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കുറച്ച് വർഗീയ ചമ്മന്തി ചേർക്കേണ്ടത് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് നാട്ടിലുള്ളത്. അതാണ് പ്രശ്നം. അവിടെ മുസ്ലിങ്ങൾക്കെതിരെ അത്തരത്തിൽ ഒരു വർഗീയത പറയുന്നുണ്ട്, പ്രചരിപ്പിക്കപ്പെടുന്നതിന് അവിടെ ആ താമസിക്കുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരതിൻ്റെ അകത്ത് ഒഴിഞ്ഞു നിൽക്കുക. അതാണ് ഏറ്റവും ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും. പക്ഷെ എന്തിനാണ് ഇത് പറയുന്നത് എന്ന ചോദ്യം കേരളം ചോദിക്കണമല്ല. ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടി ഡിഫൻസ് മെക്കാനിസമായിട്ട് ഈ മുസ്ലിം വർഗീയത എന്തിനാണ് ഉയർത്തുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇവരുടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം ഹിന്ദുവായി ബന്ധപ്പെട്ട വിഷയമല്ല. അല്ല 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 ഇത് ആ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം നാട്ടുകാർ അതിൽ ചിലപ്പോൾ അവിടെ ആ പ്രദേശത്തുള്ള മുസ്ലിം ജനസംഖ്യൻ്റെ ഡെൻസിറ്റി ഒന്നും നമുക്കറിയില്ല. എന്താണ് മുസ്ലിങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടോ ഇല്ല കാര്യം പോലും നമുക്കറിയാം. പക്ഷെ വിഷയം അത് മുസ്ലിം ഹിന്ദു എന്നുള്ള വിഷയമല്ല. അത് ആ കുടുംബത്തിൻ്റെ ഒരു കുടുംബവും അതേപോലെ തന്നെ സമൂഹവും തമ്മിലുള്ളൊരു വിഷയമാണ്. അതായത് സമൂഹത്തിന് ഈ പറയുന്ന ഗോപൻ സ്വാമിയാണെങ്കിൽ സമൂഹത്തിന് അതിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ആ ശവകുടീരം തന്നെ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനാ കേന്ദ്രമായിട്ടൊക്കെ മാറ്റം കുഴപ്പമൊന്നുമില്ലാത്തായിരുന്നു. നല്ല വിശ്വാസികളെ സംബന്ധിച്ച്. പക്ഷെ ഇയാൾ ഒരു കപടവിശ്വാസിയാണ് എന്ന് വിശ്വസിക്കുക, എന്ന് കരുതുക. കാരണം അദ്ദേഹം എന്താണ് പ്രഷറിന് ഗുളികയും അതേപോലെ തന്നെ മറ്റു ഷുഗറിന്റെ ഗുളിക ആ ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് സമാധിയാകാൻ പോയെന്നുള്ളൊരു വർഷം വേറെ കിടക്കും. കഞ്ഞിയും കുടിച്ചിട്ടാണ് പോയെന്ന് പറയുന്നത്. അതെ. അപ്പോൾ സാധാരണ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരുത്തൻ മഴ വരുമ്പോൾ കുടയൂടി എന്ന പുഴയിലേക്ക് നടക്കുന്നതായിരുത്ത ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇതുള്ള. അയാൾ ആത്മഹത്യ ചെയ്യണതിനെന്തിനാണ് കുടയൂടി പോകണം? മഴയാണതിന് അവനെന്താണ് പ്രശ്നം? ഇവിടെയും അതുതന്നെയാണ്. സമാധിയിരിക്കാൻ പോകുന്നവന് എന്തിനാണ് പ്രഷറിന് ഗുളിക കഴിക്കുന്നത്? അതല്ലേ മറ്റസുഖങ്ങൾക്ക് ഗുളിക കഴിക്കണം എന്തിനാണ് എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന സാമാന്യ വ്യക്തി മാത്രമാണ്. കോമൺ സെൻസ് റീസൺസ് എന്ന് പറയുന്ന സാധനം അതൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത്, പലതരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് പോലീസിനും നീതിന്യായ വ്യവസ്ഥയും ചെയ്യാവുന്നതായിരുന്ന ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ എത്രയോ ആരാധ്യരായിട്ടുള്ള സ്വാമിമാർ സമാധിയായിട്ടുണ്ട്. അവിടെ ഒരു പ്രശ്നം ആരും ഉണ്ടാക്കാൻ ചെല്ലാറില്ല. ഇല്ല, അവിടെ ഒരു പ്രശ്നം വരാറില്ല. കാരണം അത് സമാധി തന്നെയാണ് ഒറിജിനൽ. അപ്പം അതുകൊണ്ട് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും അവർക്ക് സ്വീകാര്യമായിട്ടുള്ള അവർ അംഗീകരിക്കുന്നതായിട്ടുള്ള ഒരു സംഭവവികാസമായിട്ട് മാർത്തിരിയാണ്. അവിടെ പോലീസിന്റെ ഗവൺമെന്റിന് ഒന്നും ആവശ്യം വരുന്നില്ല. ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ അവർ സംരക്ഷണം കൊടുക്കാറുണ്ട്. അതെ. അല്ല, പോലീസും അതേപോലെ സർക്കാരും അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ സംരക്ഷണം കൊടുക്കുന്നതിന് പോലീസിനെ പറഞ്ഞയക്കണം. ഇവിടുത്തെ സ്ഥിതി അതല്ല. ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് തന്നെ ഇതിൽ വിശ്വാസമില്ല. ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒന്ന്, നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ആൾ ദൈവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. ഗോപൻ സ്വാമി ഒരാൾ ദൈവമായി മാറാൻ ആഗ്രഹിച്ച ഒരാളായിരിക്കാം. ആളുകൾ എല്ലാവരും അതൊന്നും അംഗീകരിക്കാനായിട്ട് തയ്യാറില്ല. പിന്നെ മറ്റൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ സമാധിയിരുത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു വളർച്ചയും വികാസമുണ്ട്. അതാണ് പ്രധാന. ഈ ക്ഷേത്രം അതേപോലെ തന്നെ അതിൻ്റെ വളർച്ചയും വികാസം എന്നൊക്കെ പറയുന്നത് പുതിയ കാലത്തെ മാർക്കറ്റിംഗ് സംവിധാനവുമായിട്ടും PR വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പരിപാടിയെ മാറിയിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. വിശ്വാസത്തെ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ആരാധകർ, തീർത്ഥാടകർ, ഭക്തന്മാർ എത്തിച്ചേരുള്ളൂ. അങ്ങനെ ഭക്തന്മാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതും കൊണ്ടുണ്ടാകുന്ന ഭൗതിക നേട്ടങ്ങൾ, ആത്മീയ നേട്ടങ്ങളല്ല, ആ ഭൗതിക നേട്ടങ്ങളിൽ കണ്ണുവെച്ചിട്ടാണ് ഇവരിൽ ചിലർ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് പ്രധാനപ്പെട്ടത്. വർഗീയത എന്ന് പറയുന്നത് നമുക്കെടുത്ത് മാറ്റിവെക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വേണ്ട, അത് ഈ ചർച്ചയുടെ ഭാഗമാക്കേണ്ട കാര്യം പോലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചം വീഴ്ത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ, ഒരു സമീപനം തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നാണ്. പോലീസ് അല്ലാതെ ആരും ചെയ്യത്. അപ്പോൾ പോലീസ് അത് ഇവരുമായിട്ടൊക്കെ സംസാരിച്ച്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ബലപ്രയോഗം നടത്തുന്നതിന് പകരമായിട്ട് ഇവരുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ രണ്ട് വിഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കൂട്ടങ്ങളെ വിളിച്ചു വരുത്തി ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള സമീപനം എന്താണ്, എന്ത് വേണം നിങ്ങൾ പറയും എന്ന് ചോദിച്ച് അവരുമായിട്ടും സംസാരിച്ച് യുക്തിസഹമായ ഒരു തീരുമാനമെടുത്ത് ഈ കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് ഒരു ആവശ്യമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഇവിടെയുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ സമാധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിഗൂഢമായി വെച്ചിരിക്കുന്നു, ആരെ അറിയിക്കുന്നില്ല. മറ്റത് അങ്ങനെയല്ലല്ലോ. മറ്റത് എന്ന് പറഞ്ഞാൽ അനേകരായിട്ടുള്ള ഭക്തന്മാരുടെ സാന്നിധ്യത്തിലാണ് മിക്കവാറും ഈ സമാധി നിർവഹണം സാധ്യമായി. അപ്പോൾ അതുകൊണ്ടാണ്
അവിടെ ഒരു തർക്കവും പ്രശ്നങ്ങളും ഇല്ലാതെ ഇവിടെ ഇതെല്ലാം ഗോപ്യമായി വെച്ചിരിക്കുന്നു. ഗോപൻ സ്വാമി മൊത്തം ഒരു ഗോപ്യമായ പ്രതിഭാസമായി നിൽക്കുന്നത് കൊണ്ടാണ്, അതിൽ നിറഞ്ഞു നിൽക്കുന്ന നിഗൂഢതയും രഹസ്യവുമാണ് ഈ പ്രശ്നത്തെ കൂടുതൽ ഇത്തരത്തിൽ പൊള്ളുന്ന പ്രശ്നമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ നിഗൂഢത മാറ്റുക എന്നുള്ളതും എത്രയും വേഗം മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.